ദേശീയ അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ പുത്തൻ സൗഹൃദങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നയതന്ത്രപരമായും സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങളിലൂടെ പുതിയ കൂടിച്ചേരലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇന്ത്യയുടെ പ്രധാന നീക്കങ്ങളിലൊന്ന്. ഇപ്പോഴിതാ അർമേനിയ ഇന്ത്യ ബന്ധം വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളും ഇന്ത്യയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും വിദഗ്ധരും അർമേനിയ സന്ദർശനം നടത്തുന്നതാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ പുത്തൻ ചർച്ചകൾ. 2022 ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധങ്ങൾക്ക് 30 വയസ്സ് തികയുന്നത്. ഈ കാലഘട്ടങ്ങളിലൊക്കെയും അർമേനിയയും ഇന്ത്യയും വളരെ ദൃഢമായതും ഊഷ്മളവുമായ നയതന്ത്ര ബന്ധമായിരുന്നു നിലനിർത്തി വന്നിരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ചതും ഫലപ്രദവുമായ 1991 അർമേനിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. റിപ്പബ്ലിക് ഓഫ് അർമേനിയയും ഇന്ത്യയും തമ്മിൽ 1992 നയതന്ത്ര ബന്ധം ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടു. 1999 ഇന്ത്യ എറൈവാനിലെ ഇന്ത്യൻ എംബസി പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. അർമേനിയയായിരുന്നു 1995 റഷ്യ ഒഴികെയുള്ള ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമുള്ള ഏക കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് രാജ്യം. ഇന്ത്യൻ സൈനിക ഹാർഡ്വെയറിൽ അർമേനിയയ്ക്ക് വലിയ താൽപ്പര്യമാണുള്ളത്. 2020 4 റഡാറുകൾ വിതരണം ചെയ്ത് അർമേനിയ ഇന്ത്യയുമായി $40 ദശലക്ഷം ആയുധ കരാറിൽ ഒപ്പുവെച്ചു. 2022 മിസൈലുകളും തോക്കുകളും മറ്റ് ആയുധങ്ങളും കയറ്റുമതി ചെയ്യാനുള്ള കരാറിൽ അർമേനിയയുമായി ഇന്ത്യ ഒപ്പുവെച്ചു. ഇതായിരുന്നു ഇന്ത്യയും അർമേനിയയുമായുള്ള പ്രധാന പ്രതിരോധ ബന്ധത്തിലെ പ്രധാനപ്പെട്ട ഇടപാടുകൾ. പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ റഷ്യയിലേക്കും യൂറോപ്പിലേക്കും വ്യാപിച്ചു കിടക്കുന്ന യൂറോപ്യൻ ഇടനാഴിയിൽ ഇന്ത്യക്ക് വേണ്ടി അർമേനിയ വളരെ മികച്ച സാധ്യതകൾ തുറന്നുകാട്ടുന്നു. കൃഷി, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലും ഇന്ത്യയുമായി അർമേനിയ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്നുണ്ട്. ചൈനീസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് മോഡലിന് മികച്ച പകരക്കാരനാവാൻ ഈ സഹകരണത്തിന് കഴിയുമെന്നാണ് കരുതുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ അർമേനിയയുടെ വർദ്ധിച്ചു വരുന്ന താൽപ്പര്യം ഇന്ത്യയുടെ പൊതു സ്വകാര്യ മേഖലയിലും ഒരു പ്രചോദനമാവുമെന്നതും ശ്രദ്ധേയമാണ്. പാൻ തുർക്കിസത്തിനെതിരായ പോരാട്ടമാണ് എടുത്തു പറയേണ്ട ഇന്ത്യൻ അർമേനിയ ബന്ധത്തിലെ പ്രധാന കണ്ണികളിലൊന്ന്. അർമേനിയയിലേക്കുള്ള ആയുധ കയറ്റുമതിയിലൂടെ നഗോർണോ കരാബാഖ് സംഘർഷങ്ങളിൽ ഇന്ത്യ അർമേനിയൻ പക്ഷത്ത് പരസ്യമായി നിലകൊള്ളുന്നുവെന്ന് വ്യക്തമാക്കുന്നു. അർമേനിയൻ ഇന്ത്യൻ സൗഹൃദം അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക രംഗത്ത് ഒരു അവിഭാജ്യ ഘടകമായി മാറും എന്നും ഉറപ്പാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഘടനയും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിവരുന്ന ഈ ആഗോള ബന്ധങ്ങളിൽ അർമേനിയയ്ക്ക് വിദേശ ബന്ധങ്ങളുടെ ആഴത്തിലുള്ള വൈവിധ്യവൽക്കരണം ആവശ്യമാണ്.